ഈ സബ്ജക്റ്റിൻ്റെ ഏകദേശം ഒരു ഓവർവ്യൂ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഇനി നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലോട്ട് കിടക്കാം. അതായത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടും അതുപോലെ തന്നെ അതിലോട്ട് ആവശ്യമുള്ള IS കോഡ് പ്രൊവിഷൻസിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മൊഡ്യൂളിലോട്ട് കിടക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അതായത് എന്താണ് കോളം, കോളത്തിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്യുന്ന ടേംസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. അതിൽ നമ്മൾ ഫസ്റ്റ് എന്താണ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കംപ്രസീവ് മെമ്പറാണ്. കംപ്രസീവ് മെമ്പർ whose effective length is greater than 3 times least lateral dimension can be termed as a column. അതായത് ഇഫക്റ്റീവ് ലെങ്ത്ത് അതിൻ്റെ ലീസ്റ്റ് ഡയമെൻഷനെക്കാട്ടിലും 3 times കൂടുതലാണെങ്കിൽ അതിനെ നമ്മൾ കോളം എന്ന് പറയും. ഓക്കെ, പിന്നെ വരുന്നത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷനിൽ വരുന്നത് ഫസ്റ്റ് വരുന്നത് ഷേപ്പ് ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് ക്രോസ് സെക്ഷൻ്റെ ഷേപ്പ്, അതായത് മേ ബി കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ സ്ക്വയർ ആവാം, റെക്ടാങ്കുലർ ആവാം, സർക്കുലർ ആവാം, അതുപോലെ LTC അങ്ങനെ ഏത് ഷേപ്പിലും നമുക്ക് വേണമെങ്കിൽ കോളം കൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ. അതായത് നമുക്ക് വേണമെങ്കിൽ ടിമ്പർ കൊണ്ട് കോളം ഉണ്ടാക്കാം. ടിമ്പർ കൊണ്ട് കോളം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ലൈറ്റ് ലോഡ്സ് മാത്രമേ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ അത് സ്മോൾ ട്രസ്സസിലും വുഡൻ ഹൗസസിലും മാത്രമേ യൂസ് ചെയ്യുള്ളൂ കൂടുതലായിട്ടും. പിന്നെ നെക്സ്റ്റ്, അതായത് കോളംസിന് തന്നെ മെസൻട്രിക് കോളംസ് ഉണ്ട്. മെസൻട്രിക് കോളംസ് ബ്രിക്ക് കൊണ്ടോ സ്റ്റോൺ കൊണ്ടോ ആയിരിക്കും. ലൈറ്റ് ലോഡ്സ് മാത്രമേ അതും എടുക്കുകയുള്ളൂ. പിന്നെ വരുന്നത് RCC കോളമാണ്. RCC കോളമാണ് നമ്മൾ കൂടുതലായിട്ട് ബിൽഡിങ്സിലും സ്ട്രക്ചേഴ്സിലൊക്കെ കാണപ്പെടുന്നത്. പിന്നെ വരുന്നത് സ്റ്റീലാണ്. സ്റ്റീൽ കൂടുതലും ഹെവി ലോഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ കോളംസ് യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് കോമ്പോസിറ്റ് കോളംസ് ആണ്. കോമ്പോസിറ്റ് കോളംസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെയും RCCയുടെയും ഒരു കോമ്പിനേഷൻ വരുന്നതാണ്. അത് വെരി ഹൈ ലോഡ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൺസിസ്റ്റ് ഓഫ് സ്റ്റീൽ HOI സെക്ഷനോ ഉള്ളിൽ വെച്ചിട്ട് പുറമേ RCC കൊടുത്തിട്ടുള്ളതാണ് എന്ത് കോമ്പോസിറ്റ് കോളംസ് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്. ടൈപ്പ് ഓഫ് ലോഡിംഗ് ആക്സിയലി ലോഡഡ് കോളംസ് ഉണ്ട്, എക്സെൻട്രിക്കലി ലോഡഡ് കോളംസ് ഉണ്ട്. എക്സെൻട്രിക്കലി ലോഡഡ് കോളംസിനെ വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ട് യൂണി ആക്സിയൽ ആൻഡ് ബൈ ആക്സിയൽ ലോഡഡ് കോളംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ആക്സിയലി ലോഡഡ് കോളംസിന് എന്താണെന്ന് വെച്ചാൽ ദി കോളം വിച്ച് ഈസ് സബ്ജക്റ്റ് ടു ലോഡ്സ് ആക്ടിങ് അലോങ് ദി ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ഓർ ദി സെൻട്രോയിഡ് ഓഫ് ദി കോളം സെക്ഷൻ. അതായത് ഒരു കോളം സെക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ സെൻട്രോയിഡൽ ആക്സിസിലൂടെ ആയിരിക്കും ലോഡ് പാസ് ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇതിൽ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ്സസ് മാത്രമേ ഈ ഒരു ആക്സിയലി ലോഡഡ് ആയിട്ടുള്ള കോളത്തിൽ ഉണ്ടാവുള്ളൂ. നോ ബെൻഡിങ് സ്ട്രെസ്സസ് വിൽ ബി ദെയർ. എന്ന് പറഞ്ഞാൽ എക്സെൻട്രിക്കലി ലോഡഡ് കോളമാണ്. അതായത് ലോഡ് ഡു നോട്ട് ആക്ട് ഓൺ ദി ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസ് ഓഫ് ദി കോളം. അതായത് മുന്നത്തെ കേസിൽ ആക്സിയലി ലോഡഡ് കോളത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൻട്രോയിഡൽ ആക്സിസിലൂടെയാണ് ലോഡ് പാസ് ചെയ്യുക, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ ആക്സിസിലൂടെയാണ് ലോഡ് പാസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ എക്സെൻട്രിക്കലി ലോഡഡ് കേസിൽ അങ്ങനെയല്ല. അതായത് ഇതൊരു സ്ക്വയർ ക്രോസ് സെക്ഷനുള്ള ഒരു കോളാണെങ്കിൽ ഇത് അതായത് ഇൻ സം പോയിൻറ്റ് അതർ ദാൻ ദി സെൻട്രോയിഡൽ ആക്സിസ് ഈ ലോഡ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സെൻട്രിക്കലി ലോഡഡ് കോളമാണ്. എക്സെൻട്രിക്കലി ലോഡഡ് കോളത്തിൽ കംപ്രസീവ് സ്ട്രെസ്സും അതുപോലെ തന്നെ ബെൻഡിങ് സ്ട്രെസ്സും സൈമൾട്ടേനിയസ്ലി
ആക്ട് ചെയ്യുന്നുണ്ടാവും. മുന്നേ പറഞ്ഞു ആക്സിയലി ലോഡഡ് കോളം ആണെങ്കിൽ അവിടെ എന്താണ് ബെൻഡിങ് സ്ട്രെസ്സസ് ഉണ്ടായിരിക്കില്ല, വെറും കംപ്രസീവ് സ്ട്രെസ്സസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഹിയർ എന്താണ് രണ്ടും സൈമൾട്ടേനിയസ്ലി ആക്ട് ചെയ്യുന്നുണ്ട്. ഈ എക്സെൻട്രിക്കലി ലോഡഡ് കോളത്തിനെ വേണമെങ്കിൽ യൂണി ആക്സിയലി ബെൻഡിങ് ഓർ ബൈആക്സിയൽ ബെൻഡിങ് എന്ന് ക്ലാസിഫൈ ചെയ്യാം ബേസ്ഡ് ഓൺ ദി ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ദി ലോഡ് with respect to the two axes of cross section. For example, ഈ ഒരു ആക്സിസ് എക്സ് ആക്സിസും ഈ ഒരു ആക്സിസ് എക്സ് ആക്സിസും ഈ ഒരു ആക്സിസ് വൈ ആക്സിസുമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ കേസിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് അലോങ് ദി ലോഞ്ചിറ്റ്യൂഡിനൽ ആക്സിസ് ആണ്. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് എന്താണ് ദി ലോഡ് ഈസ് ആക്ടിങ് on the centroid. ഓക്കെ, ബട്ട് ഈ ഒരു കേസിലാണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് അവിടെ ഒരു എന്താണ് എക്സെൻട്രിസിറ്റി ഉണ്ട്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് അവിടെ ഒരു എക്സെൻട്രിസിറ്റി വരുന്നുണ്ട്. മേ ബി വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് ഇ എക്സ് എന്ന് പറഞ്ഞൊരു എക്സെൻട്രിസിറ്റി അവിടെ വരുന്നുണ്ട്. അതാണ് കോളംസ് വിത്ത് യൂണി ആക്സിയൽ എക്സെൻട്രിക് ലോഡിങ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ ഈ ഒരു പോയിന്റിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു വൈ ആക്സിസ് അവിടെ ഒരു എക്സെൻട്രിസിറ്റി വരുന്നുണ്ട്. അതാണ് കോളംസ് വിത്ത് ബൈ ആക്സിയൽ എക്സെൻട്രിക് ലോഡിങ്. ഇപ്പോൾ നിങ്ങൾക്ക് ആക്സിയൽ ലോഡിങ് എന്താണ്, അതുപോലെ തന്നെ എക്സെൻട്രിക്കൽ ലോഡിങ് എന്താണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷനിലോട്ട് തന്നെ തിരിച്ചു വരാം. അതായത് നമ്മൾ 3 ക്ലാസിഫിക്കേഷനെ കുറിച്ച് പഠിച്ചു. ഇനി നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി സ്ലെൻഡർനെസ് റേഷ്യോ. അതായത് ഒരു കംപ്രഷൻ മെമ്പറിൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദി effective length and the least dimension. For example, ഇപ്പോൾ ഒരു ക്രോസ് സെക്ഷൻ ആണ് ബി ആൻഡ് ഡി, അതിലെ ലീസ്റ്റ് ഏതാണോ ആ ലീസ്റ്റ് ഡയമെൻഷനും ഇഫക്റ്റീവ് ലെങ്ത്തും ആ ലീസ്റ്റ് ഡയമെൻഷനും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയാം. ബേസ്ഡ് ഓൺ ദി സ്ലെൻഡർനെസ് റേഷ്യോ നമ്മൾ കോളംസിനെ രണ്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് കോളം, മറ്റേത് ലോങ് കോളം. ഇപ്പോൾ ഈ എൽ ഇഫക്റ്റീവ്, അതായത് ഇഫക്റ്റീവ് ലെങ്ത്ത് ഡിവൈഡഡ് ബൈ ദി ഷോർട്ടർ ലെങ്ത്ത്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്നാണെങ്കിൽ വി ടേക്ക് ഇറ്റ് ആസ് ദി ഷോർട്ട് കോളം. സിമിലർലി എന്താണ് എൽ ഇഫക്റ്റീവ് ഡിവൈഡഡ് ബൈ ദി ലീസ്റ്റ് ഡയമെൻഷൻ ഗ്രേറ്റർ ദാൻ 12 ആണെങ്കിൽ അത് ലോങ് കോളം ആയിരിക്കും. Next classification is based on the type of lateral reinforcement. Lateral reinforcement രണ്ട് രീതിയിലാണ്. ഒന്ന് ലാറ്ററൽ ടൈസ് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ സ്പൈറൽ ടൈസ് ആയിട്ട് കൊടുക്കും. മെയിനായിട്ട് എന്താണ് ലാറ്ററൽ ടൈസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബക്ലിംഗ് റെസിസ്റ്റൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ഡക്റ്റിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോളത്തിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് പറയാനുള്ളത്, ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഷോർട്ട് കോളംസിൻ്റെ ഡിസൈനാണ്. ഷോർട്ട് കോളംസിൽ വരുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസിഫിക്കേഷനിൽ ബേസ്ഡ് ഓൺ ദി ലോഡിങ്ങിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണ് ആക്സിയൽ ലോഡിങ്ങും പിന്നെ എക്സെൻട്രിക് ലോഡിങ്ങും. അപ്പോൾ ഓൾറെഡി ആക്സിയൽ ലോഡഡ് ആയിട്ടുള്ള കോളത്തിൻ്റെ ഡിസൈന് നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, ലാസ്റ്റ് മൊഡ്യൂളിൽ. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എസെൻട്രിക് ലോഡഡ് ആയിട്ടുള്ള കോളത്തിൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ എസെൻട്രിക് ലോഡായിട്ട് കോളംസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്താണ് യൂണി ആക്സിയൽ ബെൻഡിങ്ങും രണ്ട് ബൈ ആക്സിയൽ ബെൻഡിങ്ങും. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് എക്സെൻട്രിക് ലോഡിങ്ങിൻ്റെ ഡിസൈനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെന്താണ് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് സ്ലെൻഡർ കോളംസ് ആണ്. ഷോർട്ട് കോളംസ് ഇതിൽ നമ്മൾ ഓൾറെഡി ഇതിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ നെക്സ്റ്റ് വരുന്നത് സ്ലെൻഡർ കോളംസ് ആണ്.
സ്ലെൻഡർ കോളംസിൻ്റെ ബിഹേവിയറും ഡിസൈനും ആസ് പെർ ദി IS കോഡ് നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട് ഈ ഒരു മൊഡ്യൂളിൽ. അടുത്ത ടോപ്പിക്ക് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളാണ്. അതായത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ദി ലെങ്ത് ഓഫ് ദി കോളം വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു ബക്ലിംഗ് അണ്ടർ ദി ആക്ഷൻ ഓഫ് ലോഡ്. അതായത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഏതൊരു പോർഷൻ ഓഫ് ദി കോളത്തിലാണോ, ഏതൊരു ലെങ്ത് ഓഫ് ദി കോളത്തിലാണോ ബക്ലിംഗ് സംഭവിക്കുന്നത്, ആ ഒരു പോർഷനെ മാത്രം നമ്മൾ പറയുന്ന ഇതാണ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി കോളം. നോർമലി നമ്മളൊരു പ്രോബ്ലത്തിലൊക്കെ ഇഫക്റ്റീവ് ലെങ്ത് ഇഫക്റ്റീവാണ് നമ്മൾ എടുക്കുക. ഈ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് കോളത്തിന് വേറൊരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ ലെങ്ത് ബിറ്റ്വീൻ ദി പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷൻ അല്ലെങ്കിൽ ദി പോയിൻറ്റ്സ് ഓർ ദി പോയിൻറ്റ്സ് ഓഫ് സീറോ മൊമെൻറ്റ്സ് ഓഫ് എ ബക്കിൾ സെക്ഷൻ. അതായത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്ഷറിന് ഇടയിൽ വരുന്ന ഡിസ്റ്റൻസിനെ, അതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇഫക്റ്റീവ് ലെങ്ത് എന്ന് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള കോളം, അതായത് രണ്ട് സൈഡും ഫിക്സ്ഡ് ആയിട്ടുള്ള ആണെങ്കിൽ ആ ഒരു ലെങ്ത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ L എന്ന് സൂചിപ്പിക്കും, അൺസപ്പോർട്ടഡ് ലെങ്ത് എന്ന് പറയും ഇതിന്. പക്ഷേ L ഇഫക്റ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഇത്ര പോർഷനിൽ മാത്രമേ ബക്ലിംഗ് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ L ഇഫക്റ്റീവ് നമുക്ക് L/2 ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇൻ ദ കേസ് ദാറ്റ് ബോത്ത് ദി എൻഡ്സ് ഓഫ് ദി കോളം ഈസ് ഫിക്സ്ഡ്. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഒരു വൺ സൈഡ്, അതായത് ടോപ്പ് പോർഷൻ ഓഫ് ദി കോളം പിൻഡും താഴത്തെ പോർഷൻ ഫിക്സ്ഡും ആണെങ്കിൽ ബക്ലിങ് ഇത്ര ഒരു പോർഷനിലാണ് എഫക്റ്റ് വരിക. അപ്പോൾ L ഇഫക്റ്റീവ് ഈസ് ഈക്വൽ ടു L/√2. ഓൾസോ രണ്ട് സൈഡും പിൻഡാണെങ്കിൽ we can take L effective equal to L. And also ഒരു സൈഡ് ഫിക്സ്ഡും ദി അതർ സൈഡ് ഫ്രീ എൻഡും ആണെങ്കിൽ L effective is equal to 2L. ഇങ്ങനെയാണ് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി കോളം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ മിനിമം എക്സെൻട്രിസിറ്റിയാണ്. അതായത് നോർമൽ കേസസിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്സിയൽ ലോഡിങ്, അതായത് ആക്സിയലി നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന കേസ് പറഞ്ഞു. ആ ഒരു കേസിൽ ബെൻഡിങ് സ്ട്രെസ്സ് നമ്മൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ ബെൻഡിങ് സ്ട്രെസ് അവിടെ ഉണ്ടാവുന്നില്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. പക്ഷേ ഈ ജനറൽ കേസസിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, അങ്ങനൊരു കേസ് എക്സിസ്റ്റിംഗ് അല്ല. എന്ന് വെച്ചാൽ ഏതൊരു കംപ്രഷൻ മെമ്പറിലും ഇൻ കേസ് ദി ലോഡ് ഏതൊരു ലോഡ് അപ്ലിക്കേഷൻ വരുമ്പോഴും അവിടെ ഒരു കോമ്പിനേഷൻ ഓഫ് കംപ്രസീവ് ലോഡ് ആൻഡ് ബൈആക്സിയൽ ബെൻഡിങ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഒരിക്കലും ലോഡ് സെൻട്രോയിഡിലൂടെ പാസ് ചെയ്യില്ല. അങ്ങനത്തെ കേസസിൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ഒരു കോളം നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളൊരു മിനിമം എക്സെൻട്രിസിറ്റി, അതായത് ഈ മിനിമം നമ്മൾ അവിടെ അസ്യൂം ചെയ്യും. അതാണ് ഈ മിനിമം. അതിപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആണെങ്കിൽ നമുക്ക് EX മിനിമം എന്നും വിത്ത് റെസ്പെക്ട് ടു Y ആക്സിസ് ആണെങ്കിൽ EY മിനിമം എന്നും പറയാം. EX മിനിമം അല്ലെങ്കിൽ EY മിനിമം നമുക്ക് ഇറ്റ്സ് ലൈക്ക് L/500, അതായത് ലെങ്ത് ബൈ 500 ബൈ DX, അതായത് ദി സൈഡ് ഓഫ് ദി ക്രോസ് സെക്ഷൻ അലോങ് ദി എക്സ് ആക്സിസ്, അതും ഡിവൈഡഡ് ബൈ 30 ആൻഡ് ഓർ 20. ഈ ഒരു രണ്ട് വാല്യൂവിൽ നിന്നും ഏതാണ് ഗ്രേറ്റർ ആ വാല്യൂ നമ്മൾ ചെയ്യണം, EX മിനിമം ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. സിമിലർലി ഇൻ ദ കേസ് ഓഫ് EY മിനിമം ഓൾസോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് കോഡൽ പ്രൊവിഷൻസ് നോക്കാം. അപ്പോൾ നമ്മൾ DCS 1 യൂസ് ചെയ്ത സെയിം കോഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യാനുള്ളത്. അതായത് IS 456/2000.
ഈ മൊഡ്യൂളിൽ നമുക്ക് ആവശ്യമുള്ള കോഡൽ പ്രൊവിഷൻസ് മാത്രമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പേജ് നമ്പർ 41 225, അതായത് 25.1 വരുന്നത്, അതായത് കംപ്രഷൻ മെമ്പേഴ്സ്. അതിൽ 25.1.1 ക്ലോസ്, ദാറ്റ് ഈസ് അത് കോളത്തിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദി കോളം ഓർ strut is a compression member, the effective length of which exceeds 3 times the least lateral dimension. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി അടുത്തത് പറയുന്നത് ഷോർട്ട് ആൻഡ് സ്ലെൻഡർ കംപ്രഷൻ കോളംസ്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദാറ്റ് ഈസ് എ കംപ്രഷൻ മെമ്പർ മേ ബി കൺസിഡേർഡ് ആസ് ഷോർട്ട് when both slenderness ratios LEX by D and LEY by B are less than 12. എന്ന് പറഞ്ഞാൽ effective length in respect of the major axis and LEY with respect to the minor axis, and D is the depth in respect to the major axis and B is the width of the member. ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അടുത്തത് വരുന്നത് അൺസപ്പോർട്ടഡ് ലെങ്ത്തിനെയാണ് L എന്ന് ഡിനോട്ട് ചെയ്യാം. ഓൾറെഡി ഞാൻ ഇഫക്റ്റീവ് ലെങ്ത്തിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അൺസപ്പോർട്ടഡ് ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അൺസപ്പോർട്ടഡ് ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഓഫ് എ കംപ്രഷൻ മെമ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി ക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി എൻഡ് റീസ്ട്രെയിൻസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓൾറെഡി നമുക്ക് ഗിവൺ ആയിട്ടുള്ളൊരു ലെങ്ത്ത് ഉണ്ടാവും. ആ ലെങ്ത്താണ് ആക്ച്വലി L എന്ന് പറഞ്ഞാൽ. പിന്നെ ഫിക്സഡോ അല്ലെങ്കിൽ പിൻഡ് സപ്പോർട്ടൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇഫക്റ്റീവ് ലെങ്ത്ത് മാറും. അത് L ഇഫക്റ്റീവ് എന്ന് ഡിനോട്ട് ചെയ്യും. അടുത്തത് വരുന്നത് ഇഫക്റ്റീവ് ലെങ്ത്ത് തന്നെ. ഇപ്പം ഇഫക്റ്റീവ് ലെങ്ത്ത് തന്നെയാണ് വരുന്നത്. ഇൻ ദി ആബ്സെൻസ് ഓഫ് more exact analysis, the effective length LEF of the columns may be obtained as described in NXE. നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അടുത്തത് സ്ലെൻഡർനെസ് ലിമിറ്റ് ഫോർ ദി കോളംസ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദി അൺസപ്പോർട്ടഡ് ലെങ്ത് ബിറ്റ്വീൻ എൻഡ് റീസ്ട്രെയിൻ ഷാൾ നോട്ട് എക്സീഡ് 60 times the least lateral dimension of the column. അത് സ്ലെൻഡർനെസ് റേഷ്യോനെ കുറിച്ചിട്ടൊരു ലിമിറ്റ് പറഞ്ഞതാണ്. മാക്സിമം അത്ര ലിമിറ്റ് വരെ പോകാൻ പാടുള്ളൂ എന്നുള്ളത്. പിന്നെ ഉള്ളത് മിനിമം എക്സെൻട്രിസിറ്റി. അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ മിനിമം ഷുഡ് ബി ലെസ് ദാൻ ദി ഷുഡ് ബി ഈക്വൽ ടു ദി unsupported length of the column by 500 minus lateral dimension by plus lateral dimension by 30 or 20 mm, whichever is greater എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഇത്. അടുത്തത് നോമിനൽ കവർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് 26.4 പേജ് നമ്പർ 46 വരുന്ന നോമിനൽ കവർ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. നോമിനൽ കവർ എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലിയർ കവറാണ്. ക്ലിയർ കവർ എന്ന് പറഞ്ഞാൽ ഇതൊരു ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇതിൻ്റെ അതിൻ്റെ അഡ്ജസൻ്റ് ആയിട്ടുള്ള റീഇൻഫോഴ്സിങ് ബാറിന് തമ്മിൽ ഡിസ്റ്റൻസ് ആണ് ക്ലിയർ കവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ക്ലോസ് ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ഹൗവർ ദിസ് 26.4.2.1. However, for a longitudinal reinforcing bar in a column, nominal cover shall in any case not be less than 40 mm or less than the diameter of such a bar. അപ്പോൾ അതിൽ ഇൻ കേസ് 40 mm കൂടുതൽ ഡയ ഉള്ളൊരു
ഉള്ളൊരു ബാർ ഈ ഒരു ക്രോസ് സെക്ഷനിൽ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ 40 mm ആണ്. നോർമലി നമ്മൾ എടുക്കുക 40 mm ആണ്. പിന്നെ ഇതിൽ പറയുന്നുണ്ട് if the columns of minimum dimension of 200 mm or under whose reinforcing bars not exceed 12 mm, അങ്ങനത്തെ കേസിൽ 25 mm നോമിനൽ കവർ കൊടുക്കാം എന്നാണ്. പക്ഷെ അങ്ങനത്തെ കേസസ് നോർമലി എക്സിസ്റ്റിംഗ് അല്ല. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പേജ് നമ്പർ 48 വരുന്ന കോളംസിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. അതായത് 26.5.3 ക്ലോസിൽ വരുന്ന കോളംസ്, അതിൻ്റെ സബായിട്ട് 26.5.3.1 വരുന്ന ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ദി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 0.8% nor more than 6% of the gross area of cross section. അതായത് ഇപ്പോൾ നമ്മൾ ഇത് കോളത്തിൻ്റെ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഏരിയ, അതായത് AST, നമ്മൾ AST എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക. AST ഷുഡ് നോട്ട് ബി ലെസ് ദാൻ, അതായത് മിനിമം AST മിനിമം എന്ന് പറഞ്ഞാൽ 0.8% ഓഫ് ഗ്രോസ് സെക്ഷൻ്റെ 0.8% മിനിമവും മാക്സിമം 6%. 0.8% മിനിമവും 6% മാക്സിമം ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ ഏരിയ. ഇതിൻ്റെ താഴെ തന്നെ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതായത് നോട്ടിൽ പറഞ്ഞിട്ടുള്ളത് യൂസ് ഓഫ് 6% റീൻഫോഴ്സ്മെൻറ്റ് may involve practical difficulties in placing and compacting of concrete. Hence, lower percentage is recommended. അതായത് 6%ഓളം നമ്മൾ റീൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതെന്താവും, പ്ലേസ് ചെയ്യാനും കോമ്പാക്റ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ മാക്സിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീല് 4%-നെക്കാട്ടിലും എക്സീഡ് ചെയ്യാൻ പാടില്ല നോർമൽ കേസസിലെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ നോട്ടായിട്ട്. അടുത്ത പോയിൻ്റ്, ഇൻ എനി കോളം ദാറ്റ് ഹാസ് ലാർജർ ക്രോസ് സെക്ഷണൽ ഏരിയ ദാൻ ദാറ്റ് റിക്വയർഡ് ടു സപ്പോർട്ട് ദ ലോഡ്, ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ ഷാൾ ബി ബേസ്ഡ് ഓൺ ദ ഏരിയ ഓഫ് കോൺക്രീറ്റ് റിക്വയർഡ് ടു റെസിസ്റ്റ് ദി ഡയറക്റ്റ് ആൻഡ് നോട്ട് അപ്പോൺ ആക്ച്വൽ ഏരിയ. അടുത്ത പോയിന്റ് പറയുന്നത്, മിനിമം നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർസ് പ്രൊവൈഡ് ഇൻ ദ കോളം ഷാൾ ബി 4 in റെക്ടാങ്കുലർ കോളംസ് ആൻഡ് 6 in സർക്കുലർ കോളംസ്. അതായത് റെക്ടാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ മിനിമം 4 നമ്പർ ഓഫ് ബാർസ് കൊടുക്കണം. സർക്കുലർ ആണെങ്കിൽ മിനിമം 6 നമ്പർ ഓഫ് ബാർസ് കൊടുക്കണം. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ദ ബാർസ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 12 mm ഇൻ 12 mm-നെക്കാട്ടിലും കുറവ് ഡയമീറ്ററുള്ള ബാർസ് കോളംസിൽ പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. പിന്നെ പറയുന്നത് ഹെലിക്കൽ റീൻഫോഴ്സ്മെൻറ്റ് ആണെങ്കിലുള്ള കേസാണ് 2 പോയിന്റിൽ പറയുന്നത്. അത് ആ സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ പറയുന്നത് ലോഞ്ചിറ്റ്യൂണൽ ബാർസ് സ്പേസിംഗ് ആണ്. അതായത് പെരിഫറിയിൽ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഷാൾ നോട്ട് എക്സീഡ്, അതായത് സ്പേസിംഗ് ഷാൾ നോട്ട് എക്സീഡ് 300 mm-നെക്കാട്ടിലും കൂടുതൽ ആവാൻ പാടില്ല സ്പേസിംഗ്. അടുത്തത് ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെൻറ്റ്. നമ്മൾ ഓൾറെഡി ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു. ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് നമ്മൾ ഈ ലോഞ്ചിറ്റ്യൂണൽ റീൻഫോഴ്സ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈസായിട്ട് കൊടുക്കുന്നതാണ്. അതായത് അത് ബൾജ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, ബക്കിൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിൽ കൊടുക്കുന്ന ഒരു ടൈ ആണ് നമ്മൾ ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് പിച്ച് ആൻഡ് ഡയമീറ്റർ ഓഫ് ലാറ്ററൽ ടൈസ് എന്നും പറയും നമ്മൾ ട്രാൻസ്വേഴ്സ് റീൻഫോഴ്സ്മെൻറ്റിന്. അപ്പോൾ
പിച്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുന്നത് the pitch of transverse reinforcement shall not be more than the least of the following distances. അതായത് ഇതിലുള്ളതിനെക്കാട്ടിലും ഇതിലേറ്റവും ലീസ്റ്റ് വാല്യൂവിനെക്കാട്ടിലും കൂടുതലാവാൻ പാടില്ല പിച്ച്. അതായത് ഇതിലേറ്റവും കുറഞ്ഞ വാല്യൂ ആയിരിക്കണം പിച്ച്. ഇതിലേതൊക്കെയാണ് വാല്യൂസ് പറയുന്നത്? ദ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഓഫ് ദി കംപ്രഷൻ മെമ്പർ, അതായത് കംപ്രഷൻ മെമ്പറിൻ്റെ ലീസ്റ്റ് ഡയമെൻഷൻ ഏതാണോ അത്. രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ 16 times the small diameter of the longitudinal reinforcement bar to be tied. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ റീൻഫോഴ്സ്മെൻറ്റിലെ ഏറ്റവും ലീസ്റ്റ് ഡയമീറ്റർ. ഇപ്പോൾ 16 എന്ന് പറഞ്ഞ ഡയമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ 12 എടുക്കുക. അതിൽ 12ൻ്റെ 16 ടൈംസ് മിനിമം അത്രയെങ്കിലും അതിൽ കൂടാൻ പാടില്ല. 2 കേസസ്. പിന്നെ ഉള്ളത് 300. അപ്പോൾ ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ഏതാണോ അതാണ് നമ്മൾ പിച്ചായിട്ട് എടുക്കേണ്ടത്, ലീസ്റ്റ് വാല്യൂ. നെക്സ്റ്റ് പറയുന്നത് ഡയമീറ്റർ ആണ്. The diameter of the polygonal links or lateral tie shall not be less than 1/4 of the diameter of the largest longitudinal bar. അതായത് 1/4 ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി ലാർജസ്റ്റ്. ഇപ്പോൾ നേരത്തെ കേസ് പറയാൻ നേരത്തെ 12ഉം 16 ഉണ്ടെങ്കിൽ ഇതിൽ 16 ആണ് എടുക്കേണ്ടത് ഡയമീറ്റർ. അപ്പോൾ ഇതിൻ്റെ മിനിമം 4 mm ആണ് ഇവിടെ വരിക. 16 ഡയ ആണുള്ളതെന്നുണ്ടെങ്കിൽ മിനിമം 4 mm. ഇതിൽ പറയുന്നത് നോട്ട് ലെസ് ദാൻ 16 അല്ല 6 mm ആണ്. 6 mm ആയിരിക്കണം. അപ്പോൾ ഇതിൽ മാക്സിമം വരുന്നത് 6 mm. അപ്പോൾ 6 mm എങ്കിലും മിനിമം പ്രൊവൈഡ് ചെയ്യാം. ഇനി അടുത്തത് വരുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ കംപ്രഷൻ കുറച്ച് അസംഷൻസ് ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. ഇത് പേജ് നമ്പർ 70 ക്ലോസ് നമ്പർ 39. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻ അഡീഷൻ ടു ദി അസംഷൻസ് ഗിവൺ ഇൻ 38.1a 38.1e for flexure shall also be included. അതായത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൽ ഓൾറെഡി 3 അസംഷൻസ് പറയുന്നുണ്ട്. ഇത് വരുന്നത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് കംപ്രഷൻ്റെ കൂടെ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് കംപ്രഷൻ്റെ അസംഷൻസ് ആണ്. ഇതിന് പുറമെ പേജ് നമ്പർ 69 ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് ഫോർ ഫ്ലെക്ചർ ഇതിൻ്റെ അസംഷൻസും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൽ പറയുന്നുണ്ടായിരുന്നു 38.1a തൊട്ടിട്ട്, അതായത് 38.1a തൊട്ടിട്ട് ഈ വരെയുള്ള അസംഷൻ പ്ലസ് അവിടെ കണ്ട 2 അസംഷൻസും, അതായത് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് കംപ്രഷനിൽ വരുന്ന 2 അസംഷൻസും കൂടെ കൂടുമ്പോഴാണ് ടോട്ടലി നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് കംപ്രഷൻ്റെ അസംഷൻസ് വരുന്നത്. ഇൻ കേസ് എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻസ് എഴുതണം. അടുത്ത വരുന്നത് ഡിസൈൻ പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ സെമ്മിൽ ലാസ്റ്റ് മൊഡ്യൂൾ നമ്മൾ പഠിച്ചത് ഷോർട്ട് ആക്സിയലി ലോഡഡ് മെമ്പേഴ്സിൻ്റെ ഡിസൈനാണ്. ഈ ഇക്വേഷൻസ് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കമ്പൈൻഡ് ആക്സിയൽ ലോഡ് ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ്, അതായത് 39.5 ക്ലോസിൽ വരുന്ന ഇതും പിന്നെ കമ്പൈൻഡ് ആക്സിയൽ ലോഡ് ആൻഡ് ബൈ ആക്സിയൽ ബെൻഡിങ്. നമ്മൾ കമ്പൈൻഡ് ആക്സിയൽ ലോഡ് ആൻഡ് യൂണി ആക്സിയൽ ബെൻഡിങ് ഡിസൈൻ ചെയ്യുന്നത് XP16 കുറച്ച് ചാർട്ട്സ് ഉണ്ട്. ആ ചാർട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ കമ്പൈൻഡ് ആക്സിയൽ ലോഡ് ആൻഡ് ബൈ ആക്സിയൽ ബെൻഡിങ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഡ്സാണ് ഇതൊക്കെ. പിന്നെ സ്ലെൻഡർ കംപ്രഷൻ മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലോസ് ഇക്വേഷൻസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. SP16 ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. XP16 വരുന്ന ചാർട്ട്സിനെ കുറിച്ചിട്ട് ജസ്റ്റ് നമുക്കൊരു റഫായിട്ടൊരു ഐഡിയ ഉണ്ടാക്കാം.
SP16 ഒരു സെറ്റ് ഓഫ് ചാർട്ട്സ് ഉണ്ട്. ആ ചാർട്ട്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈൻ ചെയ്യുന്നത്. അത് വരുന്നത് പേജ് നമ്പർ 27 തൊട്ടിട്ട് പേജ് നമ്പർ 150 വരേക്കും ഇത്രയും പേജസിലായിട്ടാണ് ഈ ചാർട്ട്സ് കിടക്കുന്നത്. ഇതിൽ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും എന്താണ് കംപ്രഷൻ വിത്ത് ബെൻഡിങ് റെക്ടാങ്കുലർ സെക്ഷൻ. റെക്ടാങ്കുലർ സെക്ഷനിൽ തന്നെ 2 സബ് ടൈപ്സ് ഉണ്ട്. അതായത് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സും റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്സും. അത് വരുന്നത് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ ഇത് സെക്ഷൻ ആണെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഈക്വലി 2 സൈഡിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈ കാറ്റഗറിയിലും, ആൻഡ് ഇപ്പോൾ 4 സൈഡും അതായത് ഇങ്ങനെ 4 സൈഡും ഈക്വലായിട്ട് കൊടുക്കുകയാണെങ്കിൽ 4 സൈഡ് ഈക്വലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഈ കാറ്റഗറിയിലും വരും. പിന്നെ സർക്കുലർ സെക്ഷൻ ആണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിലാണ് വരും. അതേപോലെ തന്നെ ഇതിൽ കാണാൻ പറ്റും ഓരോരോ ചാർട്ടിനും ഓരോരോ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ ചാർട്ട് നമ്പർ 27 ആണെങ്കിൽ അതിൽ FY 250 അതായത് മൈൽഡ് സ്റ്റീലിൽ വരുന്നതാണ്. അതിൽ D' എന്ന് പറഞ്ഞാൽ ക്ലിയർ ഇഫക്റ്റീവ് കവറാണ്. D' അതിൻ്റെ വാല്യൂ, അതായത് നമ്മൾ സെക്ഷൻ വെച്ചിട്ട് സെക്ഷൻ എടുത്തിട്ട് ഇപ്പോൾ ഇത് D ആണെങ്കിൽ D' ചെക്ക് ചെയ്തിട്ട് അത് വാല്യൂ ഏത് കാറ്റഗറിയിൽ വരുന്നു, അതേപോലെ തന്നെ അത് ഏത് സ്റ്റീലാണ് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൽ നിന്നൊരു ചാർട്ട് സെലക്ട് ചെയ്യും. ആ ചാർട്ടിൽ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് നമ്മൾ എടുക്കുക. സിമിലർലി ഇതും അതുപോലെ തന്നെയാണ്. സെയിം FY 250 വരുന്ന 4 ചാർട്ട്സ് ഉണ്ട്. അതേപോലെ FY 415 വരുന്ന 4 ചാർട്ട്സ് ഉണ്ട്. പിന്നെ FY 500 വരുന്ന 4 ചാർട്ട്സ് ഉണ്ട്. ഇതൊക്കെ തന്നെ സർക്കുലർ സെക്ഷനിലും റിപ്പീറ്റ്. ഇത് അതിലൊരു ചാർട്ടാണ്, ചാർട്ട് നമ്പർ 27 ആണിത്. ഇത് FY 250 മൈൽ സ്റ്റീലിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് എന്താണ് FY = 250 Nm². D' എന്ന് പറഞ്ഞാൽ 0.05 ആണ് വരുന്നത്. ഇതിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 സൈഡ്സ് ആണ്. ഇതിൽ ഈക്വലി ആണ് 2 ഭാഗത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ D' എന്താണ്, D എന്താണ്, B എന്താണെന്നൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ AS അതായത് ഏരിയ ഓഫ് സ്റ്റീലിൻ്റെ ഇക്വേഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, PBD / 100. പിന്നെ ഈ ഒരു ചാർട്ട് PU/FCK BD വേഴ്സസ് MU/FCK BD² ആണ്. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂസ് വെച്ചിട്ട് നമുക്ക് ഈ 2 വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് കേർവ്സ് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ കേർവ്സും ഓരോരോ വാല്യൂസ്, അതായത് P/FCK വാല്യൂസ് ഡിഫർ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ 0.26, 0.28, 0.24 എന്നൊക്കെ പറഞ്ഞിട്ട് വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്. ഇതിൽ P എന്ന് ഡിനോട്ട് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അതായത് P/FCK ഈ വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു കേർവ് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ കേർവിൻ്റെ P/FCK വാല്യൂ എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ P എത്രയാണെന്ന് കിട്ടും. വാല്യൂ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.28 ആണെങ്കിൽ Pയുടെ വാല്യൂ കിട്ടും. FCK എന്ന് പറഞ്ഞാൽ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ്. അങ്ങനെ P കിട്ടും. ഈ P എന്നുള്ള വാല്യൂ ഈ ASൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് കിട്ടും. ഇങ്ങനെയാണ് ഈ ഒരു ചാർട്ട് വർക്ക് ചെയ്യുന്നത്. ഇതും അതുപോലെ തന്നെ ഉള്ളൊരു ചാർട്ടാണ്. ഇതിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 4 സൈഡ്സ് എന്ന് പറയുന്നുണ്ട്.
ബാക്കിയൊക്കെ സിമിലറാണ്. ബാക്കിയുള്ള വാല്യൂസും കാര്യങ്ങളും മെത്തേഡ്സൊക്കെ സിമിലറാണ്. ജസ്റ്റ് ഇൻ കേസ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈക്വലി 4 സൈഡ്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു ചാർട്ട് സെലക്ട് ചെയ്യണം. അതായത് ഇതിപ്പോൾ FE 250ൻ്റെ ചാർട്ട്സ് ആണ്. അതേപോലെ ഇത് D/D .05 ആണ്. അപ്പോൾ ഈ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്കെന്താണ് നമ്മളുടെ ചാർട്ട് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇത് സർക്കുലർ സെക്ഷൻ്റെ ചാർട്ടാണ്. സർക്കുലർ സെക്ഷനിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനിലാണ്. അതായത് PU/FCK, മറ്റടുത്ത് BD ആണെങ്കിൽ ഇവിടെ D² ആണ് വരുന്നത്. ഇവിടെ വരുന്നത് MU/FCK D². ഈ വാല്യൂസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള P വാല്യൂ നമ്മൾ എടുക്കുന്നു ഈ ഒരു ചാർട്ട് യൂസ് ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾ എന്താണ് ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയൻ്റെ ഇക്വേഷനിലും ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇതിൽ P/D²/400 എന്നാണ് ഇക്വേഷൻ വരുന്നത്. ബാക്കിയൊക്കെ സെയിം മറ്റുള്ള ചാർട്ട്സിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കോഡൽ പ്രൊവിഷൻസും അതിൻ്റെ ചാർട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു റഫ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് പ്രീവിയസ്ലി നമ്മൾ പഠിച്ച, അതായത് ആക്സിയലി ലോഡഡ് കോളത്തിൻ്റെ ഒരു പ്രോബ്ലം പഠിക്കാം, ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മൊഡ്യൂളിലെ ഡീറ്റെയിൽ പ്രോബ്ലംസിലോട്ട് കിടക്കാം.